Thesnim flavours-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റെസിപ്പി അല്ല, ഇന്ന് വേറൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആത്മവിശ്വാസം, കോൺഫിഡൻസ്, ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. പലരും ഒരുപാട് കഴിവുള്ളവരാണ്, പക്ഷേ അവർക്ക് ഒരുപാട് അഭിരുചികളുണ്ട്, ടാലൻസ് ഉണ്ട്, സ്കിൽസ് ഉണ്ട്. പക്ഷെ അതൊക്കെ എങ്ങനെയാണ് പുറത്തെടുക്കേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് വരേണ്ടത്, എങ്ങനെയാണ് ഇത് തെളിയിക്കേണ്ടതെന്ന് അറിയാതെ മടിച്ച് മാറി നിൽക്കുന്നവരാണ്. ഇത് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ്, അതിൻ്റെ കുറവുകൊണ്ടാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്. ഈ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ജന്മനാ കിട്ടുന്ന ഒന്നൊന്നുമല്ല, നമ്മൾ നിരന്തരമായ പരിശ്രമത്തിലൂടെ തന്നെ ആർജിച്ചെടുക്കേണ്ടതാണ്. ലൈഫിൽ അച്ചീവ് ചെയ്ത ആൾക്കാരെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും, അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിതിന് ഞാനൊരു 5-6 പോയിൻറ്റ്സാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്, അതിനെക്കുറിച്ച് പറയാം. ഇതിൽ ഒന്നാമത്തെ കാര്യം ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ നേരിടുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതമാണ്, പലതരം പ്രശ്നങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഒരു ദിവസം ഒരു പ്രശ്നം വന്നാൽ അടുത്ത ദിവസം വേറെ എന്തെങ്കിലും ആയിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ, ഒളിച്ചോടാതെ നമ്മൾ അതിനെ നേരിടുക എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ പ്രശ്നങ്ങളെ നേരിടുമ്പോഴേ നമ്മൾ കൂടുതൽ കോൺഫിഡൻസ് ഉള്ളവരായി മാറും. ഇതിപ്പോൾ നമ്മൾ വലിയ ഉയർന്ന സ്ഥാനങ്ങളിലൊക്കെ എത്തിയിട്ടുള്ള വലിയ നല്ല കോൺഫിഡൻസ് ഉള്ള ആൾക്കാരെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അവർ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ടിട്ടാണ് അവർ ഈ നിലയിലെത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ആദ്യത്തെ പോയിന്റ് പ്രശ്നങ്ങളെ നേരിടുക. അടുത്ത പോയിന്റ് നമ്മുടെ ബലഹീനതകളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം നമ്മുടെ ബലഹീനതകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കണം, അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കണം. ബലഹീനതകളെ ആക്സെപ്റ്റ് ചെയ്യണം ആദ്യം. എന്നിട്ട് അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കണം. അത് വേറൊരാൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ തന്നെ കണ്ടുപിടിച്ച് അതിനെ എങ്ങനെയൊക്കെ ഓവർകം ചെയ്യാം. ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ ഇല്ലാത്തതില്ല. അപ്പോൾ ഒരുപാട് വഴികളുണ്ടാകും. ആ വഴികൾ തേടി നമ്മൾ തന്നെ കണ്ടെത്തി അതിനെ ഓവർകം ചെയ്ത് എടുക്കണം. മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതിനേക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ളത്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ മദ്യപിക്കുന്ന ആൾക്കാരുണ്ട്, അവരിപ്പോൾ അത് നിർത്തി അതിനെ ഓവർകം ചെയ്ത് വരുമ്പോഴേക്കും അവർക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലുതായിരിക്കും. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്ട്രെങ്ത്തിനെ വിശ്വസിക്കുക. നമ്മളെ ഉള്ളിൽ നമുക്കൊരു കഴിവുണ്ട്, ഒരു സ്ട്രെങ്ത് ഉണ്ട്, അതിനെ നമ്മൾ കണ്ടെത്തി നമ്മൾ അതിൽ വിശ്വസിച്ച് അതിനെ ഫോളോ ചെയ്ത് അത് മുന്നോട്ട് പോവുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. അപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു പാഷനാണ് കുക്കറി. ഞാൻ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ കൊടുത്ത ഒരു വിശ്വാസം, എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ഞാൻ മുന്നേറുമ്പോൾ എനിക്കതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ശരിയാണെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, നമുക്ക് ശരിക്കും ബോധ്യമുള്ള കാര്യങ്ങൾ ധൈര്യപൂർവ്വം ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു പക്ഷി ഉണങ്ങിയൊരു മരക്കൊമ്പിൽ ഇരിക്കുമ്പോൾ ആ മരക്കൊമ്പ് ഒടിഞ്ഞു വീഴുമോ എന്നതിനെക്കാട്ടിലും ആ പക്ഷിക്ക് ഉറപ്പുള്ളത് എന്താണ്, അതിൻ്റെ ചിറകുകൾ അതിനെ സംരക്ഷിക്കുന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മളിൽ തന്നെ വിശ്വാസം കൊടുത്ത് നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് കണ്ടെത്തി അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു പോയിന്റ് എന്താണെന്നറിയോ, നമ്മളൊരു ബുക്ക് കീപ്പ് ചെയ്യണം, ഒരു ഹാപ്പിനെസ് ബുക്ക്. എന്താണെന്നറിയാം, അതിൽ നമ്മൾ കാര്യമായിട്ട് അതിൽ നമ്മൾ എഴുതേണ്ടത്, നമ്മളെക്കുറിച്ച് ആരെങ്കിലും എപ്പോഴെങ്കിലും നല്ലത് പറയുമ്പോൾ എന്നായാലും എപ്പോഴായാലും പറയുന്നത് അതിൽ എഴുതി വയ്ക്കുക. ഇത് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് എല്ലാം എഴുതി വയ്ക്കണം. അതുപോലെ പോസിറ്റീവായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പോസിറ്റീവായിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതി വയ്ക്കണം. നമ്മളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും മോശം കമൻസ് പറഞ്ഞാൽ അതൊന്നും എഴുതരുത്. നല്ല കാര്യങ്ങൾ മാത്രം, നമ്മളെ ലൈഫിലുണ്ടായിട്ടുള്ള നല്ല കാര്യങ്ങൾ, നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുള്ളത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതി വയ്ക്കുക. ഇത് എന്നിട്ട് ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ എടുത്തിട്ട് വായിച്ചു നോക്കണം. അപ്പോൾ നമുക്ക് അത് വായിക്കുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ്, നല്ലൊരു പോസിറ്റീവ് എനർജി അതിൽ നിന്ന് കിട്ടും. അടുത്തതായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ സ്കില്ല് പഠിച്ചെടുക്കുക. ഇപ്പോൾ ഉള്ളതിനെ നമ്മളൊന്ന് പോളിഷ് ചെയ്തെടുക്കാൻ നോക്കുക, ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ നോക്കുക. ഇപ്പോൾ ഡ്രൈവിംഗ് പോലെ എന്തെങ്കിലും, ഇപ്പോൾ കുക്കറി ആണെങ്കിൽ അതിന് കുറച്ച് കുക്കറിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചും കൂടെ പുതിയ, ഇപ്പോൾ സാധാരണ കുക്കറി ചെയ്യുന്നവർ ബേക്കിങ്ങിലേക്ക് പോവുക, അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോവുക. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ലേഡീസിന് സ്റ്റിച്ചിങ് എല്ലാം പഠിക്കാം, അറിയാത്തവർ സ്റ്റിച്ചിങ് പഠിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയതായിട്ട് ഓരോന്ന് പഠിച്ചു വരുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവല് കൂടും. പെയിൻറ്റിങ്, ഡാൻസിങ്, സ്പോർട്സ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്കില്ലെടുത്തിട്ട് നമ്മൾ പുതിയതായിട്ട് പഠിക്കുക.
പഠിച്ചു വരുമ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എനർജി, ഒരു കോൺഫിഡൻസ് കിട്ടും. ഇനിയുള്ള പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക. നമ്മളൊരു സദസ്സിലേക്ക് പോകുമ്പോൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുക. അത് നല്ല ഡ്രസ്സ് ചെയ്യുമ്പോൾ, അതായത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സ് എന്നുള്ളതല്ല, നമ്മൾ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സായിരിക്കണം. നമ്മുടെ ചെരുപ്പ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളതായിരിക്കണം. അതേപോലെ തന്നെ നമ്മളെ ഹെയർ സ്റ്റൈൽ, ഷോൾ ഇടുന്നത്, ചിലർക്ക് സൈഡ് ഷോൾ ഇടുന്നത് ഇഷ്ടമാണ്, ചിലർ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആവുക നമുക്ക് ഇങ്ങനെ കവർ ചെയ്തിട്ടിടുന്നത്. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ ശരിക്കും കംഫർട്ടബിൾ ആവണമെന്ന് വെച്ചാൽ അതുപോലെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നന്നായിട്ട് ഗ്രൂം ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കത് വലിയൊരു കോൺഫിഡൻസ് തരുന്ന കാര്യമാണ്. ഇപ്പോൾ ഡ്രസ്സ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ കുറേ ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടണം അല്ലെങ്കിൽ പുതിയ ഡ്രസ്സ് ഇടുക എന്നുള്ളതൊന്നല്ല, നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കണം ഡ്രസ്സിൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള പോലെ പറയുകയാണെങ്കിൽ നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ മറ്റുള്ളവർ നമ്മളിൽ കോൺഫിഡൻ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി കാണാം.